നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇലക്ഷൻ കമ്മീഷനാണ്. എല്ലാ പരീക്ഷയ്ക്കും സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ഷൻ കമ്മീഷൻ. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നട്ടെല്ലായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുന്നതിന് ഉത്തരവാദപ്പെട്ട ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. ന്യൂഡൽഹിയിലെ നിർവാചൻ സദനാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ആസ്ഥാനം. ഇലക്ഷൻ കമ്മീഷൻ്റെ ആസ്ഥാനം നിർവാചൻ സദൻ ന്യൂഡൽഹിയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഉൾപ്പെടുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷനിൽ ആകെ 3 അംഗങ്ങളാണുള്ളത്. ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമുണ്ട്. 1950 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടോൾ ഫ്രീ നമ്പറാണ് 1950. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് തൊട്ടു മുൻപ് 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ വരുന്നത്. ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 ഇലക്ഷൻ കമ്മീഷൻ്റെ ടോൾ ഫ്രീ നമ്പറും 1950. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 ജനുവരി 25. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ജനുവരി 25 ഇന്ത്യയിൽ ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിൽ ദേശീയ സമ്മതിദായക ദിനം ജനുവരി 25. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലവൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഇദ്ദേഹത്തെ കൂടാതെ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കൂടിയുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിലെ 15-ാം ഭാഗത്തിലെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയുള്ള വകുപ്പുകൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇതിൽ ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കമ്മീഷന്റെ ചുമതലകളെയും മറ്റും പ്രതിപാദിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 324 മുതൽ 329 വരെയുള്ള വകുപ്പുകളാണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതിൽ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കമ്മീഷന്റെ ചുമതലയെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി. സുപ്രീം കോടതി ജഡ്ജിയുടേതിനു തുല്യമായ സ്ഥാനവും വേതനവുമാണ് ഇവർക്ക് ലഭിക്കുക. പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ചുമതലയിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ. രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഒരു മാതൃകാ പെരുമാറ്റച്ചട്ടം പുറപ്പെടുവിക്കുകയും കാലാകാലങ്ങളിൽ ഇവ പരിഷ്കരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25. ഈ ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം. അതുപോലെ 1950 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ടോൾ ഫ്രീ നമ്പർ. ഇതിൻ്റെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് 324 മുതൽ 329 വരെയാണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾസ്. അതിൽ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കമ്മീഷന്റെ ചുമതലകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആകെ 3 അംഗങ്ങളുണ്ട്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പ്ലസ് 2 ഇലക്ഷൻ കമ്മീഷണർമാരുണ്ട്. അങ്ങനെ 3 പേരാണ് ടോട്ടൽ ഉള്ളത്. ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കമ്മീഷന്റെ അധികാരങ്ങൾ. ഇലക്ഷൻ കമ്മീഷന് അർദ്ധ ജുഡീഷ്യൽ പ്രവർത്തനങ്ങളുമുണ്ട്. സ്ഥാനാർത്ഥികളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ കമ്മീഷൻ കോടതികൾക്ക് ശുപാർശകൾ നൽകുന്നു. തെരഞ്ഞെടുപ്പ് ചെലവുകൾ സസൂക്ഷ്മം വീക്ഷിക്കുന്ന കമ്മീഷനെ ഇതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കാനും അധികാരമുണ്ട്. സമ്മതിദായകർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനായി ഇലക്ഷൻ കമ്മീഷൻ നിരവധി പരിപാടികൾ നടത്തുന്നുണ്ട്. ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ,
VVPAT തുടങ്ങിയ സാങ്കേതിക വിദ്യയിലൂടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം കമ്മീഷനുണ്ട്. അടുത്തത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് അറിയേണ്ടതെല്ലാം. ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാന ചുമതലകൾ: രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ നടത്തുക, പാർലമെന്റിന്റെ ഇരുസഭകളുടെയും രൂപീകരണത്തിനാവശ്യമായ തെരഞ്ഞെടുപ്പ് നടത്തുക, പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യത നിശ്ചയിക്കുക, സംസ്ഥാന നിയമസഭകളുടെ രൂപീകരണവും അംഗങ്ങളുടെ യോഗ്യത നിശ്ചയിക്കലും, വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ കണ്ടെത്തുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരവും ചിഹ്നവും നൽകുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ കണ്ടെത്തുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരവും അതുപോലെ തന്നെ ചിഹ്നവും നൽകുക. തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കൽ, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും, വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം എന്നിവ നടത്തുക. പട്ടിക വിഭാഗക്കാർക്ക് ലോകസഭയിലും നിയമസഭയിലും സീറ്റുകൾ സംവരണം ചെയ്യുക. തെരഞ്ഞെടുപ്പിന് വേണ്ടി ജനസംഖ്യ നിർണ്ണയിക്കുക. ഇതൊക്കെയാണ് പ്രധാന ചുമതലകൾ. അടുത്തത് 1 മുതൽ 3 വരെ. ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന കാലത്ത് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണ് ഉണ്ടായിരുന്നത്. 1951-52 പൊതു തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കാൻ വേണ്ടി ബോംബെയും പാട്നയും മുഖ്യ കേന്ദ്രങ്ങളാക്കി 2 പ്രാദേശിക കമ്മീഷണർമാരെ രാഷ്ട്രപതി താൽക്കാലികമായി നിയമിച്ചിരുന്നു. 1957 രണ്ടാം പൊതു തെരഞ്ഞെടുപ്പിൽ ഡൽഹി കേന്ദ്രമാക്കി 3 ഡെപ്യൂട്ടി കമ്മീഷണർമാരെ രാഷ്ട്രപതി താൽക്കാലികമായി നിയമിച്ചിരുന്നു. 1989 ഒക്ടോബർ 16 ആദ്യമായി 2 അഡീഷണൽ കമ്മീഷണർമാരെ നിയമിച്ചു. 1990 ജനുവരി 1 വരെ മാത്രമേ അവർക്ക് കാലാവധി ഉണ്ടായിരുന്നുള്ളൂ. 1993 ഒക്ടോബർ 1 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കൂടാതെ 2 അധിക തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കൂടി നിയമിച്ചത്. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്ന സമയത്ത് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണ് ഉണ്ടായിരുന്നത്. 1993 ഒക്ടോബർ 1 മുതലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കൂടാതെ 2 അധിക തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കൂടി നിയമിച്ചത്. ഈ ഒരു പോയിന്റ് മാത്രം ഓർത്തിരിക്കുക. അടുത്തത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ഇന്ത്യൻ ഭരണഘടനയുടെ 243K, 243ZA അനുച്ഛേദങ്ങൾ പ്രകാരം രൂപവൽക്കരിച്ച സ്ഥാപനമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ 243K(1) പ്രകാരം ഗവർണറാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 243K മുതൽ 243ZA വരെ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് ഈ സ്ഥാപനം രൂപീകൃതമായിരിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. അടുത്തത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ. പ്രധാനപ്പെട്ട ചുമതലകൾ: പഞ്ചായത്ത് രാജ്, മുനിസിപ്പാലിറ്റി നിയമങ്ങളിലെ വ്യവസ്ഥകൾ പ്രകാരം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകപ്പെട്ട അധികാരങ്ങൾ ഉപയോഗിച്ചാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനത്തേക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ചെയർമാൻ സംസ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനവും വാർഡുകളുടെ സംവരണവും തിരഞ്ഞെടുപ്പിനുള്ള സമ്മതിദായക പട്ടിക തയ്യാറാക്കലും നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തലവനായുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കമ്മീഷൻ കേരളത്തിൽ. കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 മുതലാണ്. തിരുവനന്തപുരത്തെ ജനഹിതം ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം. ജനഹിതം എന്നാണ് അറിയപ്പെടുന്നത്. എ ഷാജഹാനാണ് നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. എ ഷാജഹാനാണ് നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് സംസ്ഥാന കമ്മീഷണറുടെ കാലാവധി. MSK രാമസ്വാമി ആയിരുന്നു കേരളത്തിലെ ആദ്യ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാന
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1993 ഡിസംബർ 3-നാണ്. നിലവിൽ എ ഷാജഹാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. MSK രാമസ്വാമിയാണ് കേരളത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അഥവാ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്. ഇലക്ഷൻ വകുപ്പിൻ്റെ നിയന്ത്രണം വഹിക്കുന്നതും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ മേൽനോട്ടത്തെയും നിയന്ത്രണത്തിലുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രവർത്തിക്കുന്നത്. സമ്മതിദായകരുടെ പട്ടിക തയ്യാറാക്കൽ, പുതുക്കൽ, തെറ്റുതിരുത്തൽ എന്നിവയും പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും നടത്തുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മേൽനോട്ടത്തിലാണ്. സഞ്ജയ് കൗൾ ആണ് നിലവിലെ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ. സഞ്ജയ് കൗളാണ് നിലവിലെ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ. അടുത്ത നമുക്ക് ഇതുവരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരൊക്കെയാണെന്ന് നോക്കാം. രാജീവ് കുമാർ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറാണ്. രാജ്യത്തിൻ്റെ 25ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. അദ്ദേഹം 2025 ഫെബ്രുവരി വരെ പദവിയിൽ തുടരും. അനൂപ് ചന്ദ്ര പാണ്ഡെ, അരുൺ ഗോയൽ എന്നിവരാണ് നിലവിലെ ഇലക്ഷൻ കമ്മീഷണർമാർ. അപ്പോൾ നിലവിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ രാജീവ് കുമാറാണ്. അദ്ദേഹം 2025 വരെ പദവിയിൽ തുടരുന്നതാണ്. 25ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ദെൻ സുകുമാർ സെന്നാണ് ഇന്ത്യയുടെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. സുകുമാർ സെന്നാണ് ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അദ്ദേഹം 1950 മാർച്ച് 21-നാണ് ചുമതലയേറ്റത്. അതുപോലെ നേപ്പാൾ, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവിയും സുകുമാർ സെൻ അലങ്കരിച്ചിട്ടുണ്ട്. ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഒരു തവണ. നേപ്പാൾ, സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് സുകുമാർ സെൻ. അടുത്തത് KVK സുന്ദരം, ഇന്ത്യയുടെ രണ്ടാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് KVK സുന്ദരം. ഏറ്റവും കൂടുതൽ കാലം ആ പദവി അലങ്കരിച്ച വ്യക്തിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമ സെക്രട്ടറി ആയിരുന്ന KVK സുന്ദരം 5ാം നിയമ കമ്മീഷൻ്റെ അധ്യക്ഷൻ കൂടിയായിരുന്നു. അപ്പോൾ 1ാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. 2ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് KVK സുന്ദരം. അടുത്തത് RBS പെരി ശാസ്ത്രി. 1989 RBS പെരി ശാസ്ത്രി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന വേളയിലാണ് 2 ഇലക്ഷൻ കമ്മീഷണർമാരെ കൂടി നിയമിക്കുന്നത്. SS ധനോവ, VS സീഗൽ എന്നിവരാണ് കമ്മീഷണർമാരായി ആദ്യം ചുമതലയേറ്റവർ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലിരിക്കെ അന്തരിച്ച വ്യക്തിയാണ് പെരി ശാസ്ത്രി എന്ന് പറയുന്നത്. അടുത്തത് VS രമാദേവി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ഒരേ ഒരു വനിതയാണ് VS രമാദേവി. ഏറ്റവും കുറഞ്ഞ കാലം ഈ പദവിയിലിരുന്ന വ്യക്തി കൂടിയാണ്. രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ പദം അലങ്കരിച്ച വ്യക്തിയാണ്. അടുത്തത് TN ശേഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ മലയാളിയാണ് TN ശേഷൻ. മക്സസെ പുരസ്കാരം നേടിയ ആദ്യ ഇലക്ഷൻ കമ്മീഷണറായ ശേഷൻ 1997 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ KR നാരായണനെതിരെ മത്സരിച്ചിരുന്നു. 1997 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തിയാണ് TN ശേഷൻ. അദ്ദേഹമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ മലയാളി. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പോയിന്റ്സ് എഴുതി വെച്ച് പഠിക്കുക. വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻസ് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.